നമ്മൾ ഇന്ന് നോക്കുന്നത് എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വന്നല്ലോ, ഇനി അടുത്ത് തന്നെ നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റുകളൊക്കെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് 1 നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സുകളും നിങ്ങൾ സെലക്ട് ചെയ്യുക, ചോയ്സുകളെ ഫിൽട്ടർ ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ എന്ത് ചെയ്യും, ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആ ട്രയൽ അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു അലോട്ട്മെൻ്റ് അല്ല, അതൊരു കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്. ഓക്കെ, അല്ലെങ്കിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സൂചന മാത്രമാണ്. ഒരുപക്ഷെ കിട്ടാം, ചിലപ്പോൾ കിട്ടില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു കാര്യം മാത്രമാണ്. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിനെ നിങ്ങളിങ്ങനെ വിശ്വസിക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറയാം. നിങ്ങൾക്കിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, ഒരു കോളേജിലും നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയില്ല എന്ന് വിചാരിക്കൂ. അതൊരു പക്ഷേ എററായിരിക്കാം, നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ ഓപ്ഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കാരണം ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് ഓപ്ഷൻസിനെ ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള അവസരം ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു അവസരമേ ഉണ്ടാവില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും കഴിയില്ല. നിങ്ങൾ ആദ്യം ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്ത ഓപ്ഷൻസ് മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. വേറെ ഒരു എഡിറ്റിങ്ങും നിങ്ങൾക്ക് അനുവദിച്ചാലല്ലാതെ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉള്ള ഓപ്ഷൻസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി. ഓക്കെ, ഞാൻ പറഞ്ഞു അത് 100% ഷുവർ അല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു കോളേജ് കിട്ടിയെന്ന് വിചാരിക്കൂ, ആ കോളേജ് നിങ്ങൾക്കൊട്ടും താല്പര്യമില്ലാത്തൊരു കോളേജാണെന്ന് വിചാരിക്കൂ. അങ്ങനെയാണെങ്കിൽ താല്പര്യമില്ലാത്ത കോളേജുകൾ ഒരിക്കലും നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് കൊടുക്കാൻ പാടില്ല. ദൂരം, ബസ്സില്ല, ഹോസ്റ്റലില്ല, സൗകര്യങ്ങളില്ല, പ്ലേസ്മെൻ്റ് ഇല്ല, അങ്ങനെയൊക്കെ പിന്നീടാണ് നിങ്ങൾ റിയലൈസ് ചെയ്തതെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഓപ്ഷൻസ് മാക്സിമം ഡിലീറ്റ് ചെയ്ത് കളയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇഷ്ടമില്ലാത്ത കോളേജുകളും കോഴ്സുകളും ഒരിക്കലും ഓപ്ഷൻ രജിസ്ട്രേഷനിൽ ഉൾപ്പെടുത്താതിരിക്കുക. എങ്ങാനും അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് എടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചോ, കിട്ടിക്കഴിഞ്ഞ കോളേജ്, അതിന് മുകളിലുള്ള കോളേജുകൾ നിങ്ങൾ നോക്കുക. മുകളിലുള്ള കോളേജുകളിൽ നിങ്ങൾക്ക് കൂടുതൽ താല്പര്യമുള്ള കോളേജുകളാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. മനസ്സിലായോ? ഇപ്പോൾ കിട്ടിയ കോളേജിൻ്റെ മുകളിലെ ഓപ്ഷൻസ് ഇപ്പോൾ കിട്ടിയതിനേക്കാൾ നല്ല കോളേജ് തന്നെ അല്ലേ എന്ന് നോക്കുക. ഇനി നിങ്ങൾക്കിപ്പോൾ കിട്ടിയ ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിനേക്കാൾ നല്ല കോളേജസ് ഇപ്പോൾ കിട്ടിയ കോളേജിൻ്റെ താഴെയാണെങ്കിൽ അതിനെ എഡിറ്റ് ചെയ്ത് മുകളിലേക്കാക്കാനും ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒഴിവാക്കണം. മനസ്സിലാക്കുക, ഓപ്ഷൻ എൻട്രി ഇപ്പോൾ നിങ്ങൾക്ക് 5-ാം തീയതി വരെ ഉണ്ട്. പിന്നെ ട്രയൽ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴത്തേക്കും, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്ന് എഡിറ്റ് ചെയ്യാൻ കഴിയും. സാധാരണഗതിയിൽ എങ്ങനെയാണ് ഇത്തവണ ഉണ്ടാകുമെന്ന് അറിയില്ല. ആ ഒരു എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ ഫൈനൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാലും ഒന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് വെച്ച് മാത്രമുള്ള കളിയാണ് പിന്നെ നടക്കുന്നത്. ഒരിക്കലും ഒരു ആഡിങ്ങോ സബ്സ്ട്രാക്റ്റിങ്ങോ ഒന്നും നിങ്ങൾക്ക് നടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എൻട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വിശ്വസിക്കേണ്ട. നിങ്ങൾക്കത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ഓപ്ഷൻസ് ആഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് കമ്പ്യൂട്ടർ ചെക്കിംഗ് പ്രോസസ്സാണ്, അതിന് തെറ്റുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. താങ്ക് യു.